ഹരേ കൃഷ്ണ, രാധേ രാധേശ്യാം, ഓങ്കും ഗുരുഭ്യോ നമഃ. നമ്മൾ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും എപ്പോഴും വിളിക്കുന്ന ഒരു നാമമുണ്ട്. അതേതാണ്? ഓം നമോ നാരായണായ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാതെ അറിയാതെ പോലും നമ്മൾ എൻ്റെ നാരായണ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം നമ്മൾ ഭഗവാനുമായിട്ട്, ആ ഭഗവാന്റെ നാമവുമായിട്ട് അത്രയേറെ അടുത്ത് നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവാനെ ഭജിക്കുന്നത് വഴി, അല്ലെ ആ ഭഗവാന്റെ നാമം ജപിക്കുന്നത് വഴി ആ നാരായണായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന ആ നാമത്തിൻ്റെ ശക്തി അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ എണ്ണിയാൽ തീരാത്ത അത്രയും ഗുണങ്ങൾ ഈ ഒരു നാരായണ നാമ ജപത്തിനുണ്ട്. നമ്മുടെ ഈ ശരീരം തന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഋഷികേശൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് എവിടെ നിന്ന് വന്നതാണ്? അല്ലെങ്കിൽ ആത്മാവ് എന്താണ്? ആ ആത്മാവ് എന്ന് പറയുന്നതും ഭഗവാന്റെ അംശമാണ്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആ ആത്മാവെന്ന ചൈതന്യവും ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പം നമ്മൾ ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാന്റെ അംശമായ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പുമൊക്കെ ഈ ഒരു നാരായണ നാമ ജപത്തിലൂടെ ഒരു നാരായണ കവചം നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് കവചം? നമുക്കൊരു രക്ഷയ്ക്കായിട്ട് നമുക്ക് ചുറ്റും ആ കവചം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത്രയ്ക്കേറെ ഗുണം അല്ലെ പ്രാധാന്യം നാരായണ നാമ ജപത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ നാരായണായ എന്ന് ജപിക്കുന്നത്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ എന്താണ് ആ നേരെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന എന്താണ്? ഓം നമോ നാരായണായ, അല്ലേ? ആ നാരായണായ എന്ന ആ നാമത്തിന് അത്രയേറെ ശക്തിയുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു മലിനപ്പെട്ട ഒരു ലോകത്താണ്. നമ്മുടെ ലോകം മലിനപ്പെട്ടു എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നതോ അതിനെ മ്ലേച്ഛമായി പറയുന്നതോ അല്ല. ഭൂമിയിൽ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ട്. നമുക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇഷ്ടം, അല്ലേ? ദുഃഖം, സങ്കടം, വിരക്തി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എനർജിയാണ്. നമുക്ക് സന്തോഷകരമായിട്ടിരിക്കുവാനാണ് ഇഷ്ടം. അപ്പം അത് വെച്ചാണ് പറഞ്ഞത് നമ്മൾ മലിനീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പുറത്തു പോകുന്നു, നമ്മൾ ടൗണിലേക്ക് പോകുന്നു, ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ആൾക്കാരും, വാഹനത്തിൽ നിന്ന് പുറപ്പെടുന്ന മലിനമായ വായു അല്ലെങ്കിൽ പുക, ഇതൊക്കെ മലിനീകരണത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മലിനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയെ അല്ലെങ്കിൽ ആ മലിനമായ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ നമുക്കൊരു കവചം തീർക്കുന്ന നാമമാണ് അല്ലെങ്കിൽ ഒരു മന്ത്രമാണ് നാരായണായ എന്നത്. അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു നാമം ജപിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൂടി അറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലസിദ്ധി കൂടും. അപ്പോൾ ഈ നാരായണ നാമം എങ്ങനെയാണ് കവചമായി വർത്തിക്കുന്നത്? പണ്ട് പഴമക്കാർ പറയാല്ലേ, നമ്മുടെ മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും ഒക്കെ പറയില്ലേ, സന്ധ്യ ആകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ വിളക്ക് വെക്കാൻ ത്രിസന്ധ്യ നേരത്ത് നാരായണ നാമം ജപിക്കാൻ പറയില്ലേ? എന്താണ് വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്? സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഒരുപാട് മലിനീകരണമായ അല്ലെങ്കിൽ മലിനപ്പെട്ട ഒരുപാട് കെമിക്കലുകളുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് ആ അണുക്കൾ, ആ മലിനീകരിക്കപ്പെട്ട അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സന്ധ്യാനേരത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് നാരായണ നാമം ജപിക്കുകയാണെങ്കിൽ ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ല.
നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ബാധിക്കുകയില്ല എന്ന് നമ്മുടെ പൂർവികർക്ക് അല്ലെങ്കിൽ ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ത്രിസന്ധ്യാ നേരത്ത് വിളക്ക് കൊളുത്തി വെച്ച് നാരായണ നാമം ജപിക്കാൻ പറയുന്നത്. അപ്പോൾ ആ നാരായണ നാമ ജപത്തിൻ്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ മലിനീകരിക്കപ്പെട്ട അണുക്കളിൽ നിന്ന് ആ സന്ധ്യാനേരത്ത് ആ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ, കവചമായി വർത്തിക്കുവാൻ നാരായണ നാമത്തിന് ശക്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, അത് വാഹനങ്ങളിലാവാം, നടന്നാവാം, ഇങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ മലിനീകരിക്കപ്പെട്ട വായുവും അല്ലെങ്കിൽ അന്തരീക്ഷവും ഒക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ യാത്ര നാരായണ നാമ ജപത്തോടെയാണ് തുടങ്ങുന്നത് എങ്കിൽ ഇതിനെയൊക്കെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ നാരായണ നാമ ജപത്തിന് ശക്തിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി പഠിക്കുവാൻ പോകുന്നു, അവൻ സ്കൂളിലേക്ക് യാത്രയാകുന്നു. ആ യാത്രയിൽ അവൻ്റെ യാത്ര സുഗമമാകണം, ഒരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. ആ തടസ്സമൊന്നും ഉണ്ടാകാതെ സ്കൂളിലെത്തണം. ആ സ്കൂളിലെ അന്തരീക്ഷം സുഖകരമായിരിക്കണം. ആ സുഖകരമായ അന്തരീക്ഷത്തിൽ സുഖമായിരുന്നു പഠിക്കണം. പഠിക്കുവാനുള്ള ബുദ്ധി വേണം, ശക്തി വേണം, ക്ഷമ വേണം, ഓർമ്മശക്തിയൊക്കെ വേണം. ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു നാരായണ ജപത്തിലൂടെ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ആ ബുദ്ധിയും ശക്തിയും ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ആ കുട്ടി ആ യാത്ര സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ നാരായണായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ഒരു 9 തവണ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ കാര്യങ്ങളും. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടാകും അല്ലേ? ശുദ്ധമായ സുന്ദരമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് വേണം നമുക്ക് ജോലി ചെയ്യുവാൻ. ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലും ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു നാരായണ നാമജപം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? ആ എണീറ്റ് വരുന്ന സമയത്ത് ആ ബെഡിലിരുന്നു കൊണ്ട് ആ കൈവെള്ളയിൽ നോക്കി നാരായണനെയും ലക്ഷ്മി ദേവിയെയും ഒന്ന് മനസ്സിൽ വിചാരിച്ച് ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് ആ ഭൂമിയിൽ കാലുതൊട്ട് വന്നിച്ച് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഭദ്രമാണ്. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ പരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് ഇത്രയും ഫലമുണ്ട് അല്ലെ ഗുണമുണ്ട് എന്ന് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പം നാരായണ നാമത്തിന് അത്രയേറെ ശക്തിയുണ്ട്. അതൊരു കവചമായി നമുക്ക് വർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം, ആ അന്നം തരുന്നത് ആരാണ്? ഭഗവാനാണ്. ഇന്ന് ഭക്ഷണമൊക്കെ പഴയ കാലത്തെ പോലെയല്ല, ഒരുപാട് മാറി. ഫാസ്റ്റ് ലൈഫാണ്, ഫാസ്റ്റ് ഫുഡുമാണ് അല്ലേ? അപ്പം ആ ഫുഡിലൊക്കെ പഴയതുപോലെ അത്ര നല്ല ഭക്ഷണങ്ങളൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത്. അതിലെല്ലാം മായങ്ങളും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ മലിനപ്പെട്ട അണുക്കളെ തടയുവാനുള്ള ശക്തി ആ നാരായണ നാമജപത്തിനുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശത്തെയും മാറ്റിയെടുക്കുവാൻ നാരായണ നാമത്തിന് കഴിയും. അതായത് വലിയൊരു ആ വിഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശക്തിയുള്ള മന്ത്രമാണ് നാരായണ നാമം. അപ്പോൾ ആ ഭക്ഷണം, ഭഗവാൻ തരുന്ന ആ ഭക്ഷണത്തിലെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ ആ വിഷാംശം നമ്മളെ ബാധിക്കുവാതിരിക്കുവാൻ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നിമിഷം നാരായണൻ്റെ നാമം ജപിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ആ വിഷവസ്തുക്കളെ മാറ്റുവാനുള്ള അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുവാതിരിക്കുവാനുള്ള കവചമായി നാരായണ നാമം വർത്തിക്കും. അതുകൊണ്ട് എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, കെമിക്കലൊക്കെ അങ്ങ് ഏറെ കഴിക്കാം, അതുകൊണ്ട് നാരായണനാമം ജപിച്ചാൽ മതിയല്ലോ എന്ന് കരുതരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നമ്മുടെ ശരീരം നന്നായി നോക്കുന്നു. അപ്പോൾ ആ ശരീരം നന്നായി ഇരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, കെമിക്കലുകൾ കഴിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കഴിക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ടാവാം. ഈ സമയത്ത് നമ്മൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ
ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാരായണനാമം ജപിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ആ വിഷത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തിയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എന്ത് ചെയ്യുന്നതിന് മുമ്പും ആ ഭഗവാന്റെ നാരായണനാമം ജപിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ നാരായണനാമം, ആ നാരായണൻ ഗുരുവായൂരപ്പൻ നമുക്കൊരു കവചമായി നമുക്ക് ചുറ്റുമുണ്ടാവും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകാതെ മുന്നോട്ട് പോകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.